Hey, what's up guys? It's me Jomi here. Welcome back to our channel. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ട് ശ്രീധരൻ ആശാൻ്റെ കൂടെയാണ് ഇന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ചധികം വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. 5 പാർട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ആ 5 പാർട്ടും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം പേർക്കും എന്താണ് പറവപ്രാവ് എന്നുള്ളത് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വീഡിയോ എടുക്കാനായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാൻ്റെ ലോഫ്റ്റ് ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു വന്നിട്ട് കഴിഞ്ഞ ഇതിൽ. അപ്പോൾ അത് ജസ്റ്റ് ക്ലിയർ ആയിട്ട് കാണിക്കാനും അതേപോലെ തന്നെ കുറേ അധികം ഡൗട്ട്സ് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഡൗട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇതായിട്ട് പിന്നെ ടൂർണമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത്. ആശാനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്തിട്ടൊക്കെ പോയിട്ട് എങ്ങനെയായിരുന്നു റെസ്പോണ്ടൊക്കെ? എന്നിട്ട് ഒരു ആൾക്കാരെ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് നല്ലൊരു റെസ്പോണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പക്ഷേ നമുക്ക് ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയപ്പോഴും കുറച്ച് പേരൊക്കെ അതിൻ്റെ താഴെ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ വന്നിട്ട് ഡൗട്ടായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതിൽ ചോദിച്ചൊരു കാര്യങ്ങളാണ്. അപ്പോൾ അത് ചോദിക്കാം. പക്ഷേ ഈ കുറേ പേര് വന്നിട്ട് ഒരാൾ ചോദിച്ചു തന്നിട്ട് ഓക്കെ ഓക്കെ അച്ഛൻ മാന്യ പ്രേക്ഷകരെ, ഞാൻ കരിച്ചൽ ശ്രീധരനാശൻ. ഇതെൻ്റെ 7ാമത്തെ വീഡിയോയാണ്. ഈ വീഡിയോയിൽ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ആശാൻ വാ തുറന്നാൽ ഷാനിൻ്റെ പേരാണല്ലോ കൂടുതലും പറയുന്നത്. ഞാൻ ആ പേര് പറയാനുള്ള കാരണം, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഞാൻ പ്രാവ് വളർത്തി. പലയിടത്തും കൊണ്ടോടി മരണം നടക്കുമ്പോഴൊക്കെ പ്രാവ് വളർത്തുന്നൊക്കെ പറഞ്ഞ് നീണ്ട വർഷങ്ങൾ പോയതിന് ശേഷം കാഞ്ഞിരംകുളത്ത് ദളപതി അനന്തപത്മനാഭൻ നാടാർ സ്മാരക പ്രാവ് പറത്തൽ രജിസ്ട്രേഷൻ ആയതിന് ശേഷം ആദ്യം തിരക്കിയത് മണ്ടനെന്ന് ഇവിടുത്തെ ആളുകൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രാവ് വളർത്തുന്ന, പെട്ടപ്പട്ടി വളർത്തുന്ന, കിളി വളർത്തുന്ന എന്ന് പറഞ്ഞു, ഓ ആ പട്ടി പെട്ടപ്പട്ടി വളർത്തുന്നവനാണ്, അല്ലെങ്കിൽ ഓ ആ പ്രാവുകാരനോ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് അതെല്ലാം സഹിച്ച് നിൽക്കുന്ന കാലത്താണ് ഇങ്ങനെ കാഞ്ഞിരംകുളത്തൊരു സംഘടന രജിസ്ട്രേഷനാണ്. അന്ന് ഷാനിൻ്റെ കൂട്ടുകാരും ആ സംഘടനയുമായിട്ട് കാഞ്ഞിരംകുളം ദൃശ്യയിൽ എന്നെപ്പോലെ 13 മുകളിൽ പറത്തിയവരെയും വിളിച്ച് ആദരിച്ച് ഇങ്ങനെ ഒരു കിറുക്കൻ ഇവിടെ ഉണ്ടെന്ന് ഈ നാട്ടിലും പല സ്ഥലങ്ങളിലും എന്നെ അറിയിച്ചത് ഷാനാണ്. ആ ഷാനിനെയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്. ഷാൻ എൻ്റെ ഒരു കരളിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അവനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. മാന്യ പ്രേക്ഷകരിൽ ചോദിക്കുന്നതിന് സന്തോഷം. എന്നെ ഒരു പ്രാവുകാരനുണ്ട് തെക്കൻ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് കാഞ്ഞിരംകുളം പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു കിറുക്കൻ ഉണ്ടെന്ന് ആദ്യം പരസ്യമായി ഒരു സ്റ്റേജിൽ നിർത്തിയത് ഷാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഷാനിൻ്റെ പേര് പറയുന്നത്. ഇനി അത് പോയിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്, ആശാൻ ഈ ഗുരുക്കന്മാരെയൊക്കെ എന്തിനാണ് പറയണത്? ഗുരുവില്ലാതെ വിദ്യ ഉണ്ടാകില്ല. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചത് കരിച്ചൽ LMS LPSലാണ്. അവിടെ എൻ്റെ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത് കാഞ്ഞിരംകുളം തടത്തിക്കുളത്ത് സുലോചന സാറാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ 5 വരേ ഉള്ളൂ. സുലോചന സാറ്, പോങ്ങിലെ സുഗന്ധി സാറ്, ലൂർദിപുരത്ത് വിൽസൺ സാറ്, ഡേവിഡ്സൺ സാറ്, ഒരമ്മ മക്കളാണ്. തിരിച്ചൊരു മല്ലു സാർ. ഈ 5ാം ക്ലാസ് വരെയും ഈ സുലോചന സാറും സുഗന്ധി സാറും ഡേവിഡ്സൺ സാറും വിൽസൺ സാറും മല്ലു സാറുമാണ് ഈ കരിച്ചലിലെ LMS LPS സ്കൂളിൽ വെച്ച് എന്നെ പഠിപ്പിച്ചത്. ആ ഗുരുക്കന്മാരുടെ വീടുകൾ, എല്ലാവരെയും വീടുകൾ അറിയാം, മക്കളെ അറിയാം, മക്കളെ അറിയാം. ഞാൻ ഗുരുത്വമുള്ളവനാണ്. ഗുരുവില്ലാതെ ആർക്കും വിദ്യ കിട്ടിയിട്ടില്ല. അത് പല പുരാണങ്ങളും വായിക്കുമ്പോൾ അവയൊക്കെ മനസ്സിലാവും. ഇനി അത് പോയിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, കാഞ്ഞിരംകുളത്തിൻ്റെ ഇതെല്ലാ സ്ഥാപനങ്ങളെപ്പറ്റി പറഞ്ഞപ്പോഴും നമ്മൾ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു പോളിടെക്നിക്കൽ സ്കൂൾ IT ഒരു സ്ഥാപനമുണ്ട്, അത് പറയാൻ മറന്നുപോയി. അവിടെയാണ് എൻ്റെ മകൾ BM ജോളി സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങി പണിയാണ്. അപ്പോൾ ആ സ്ഥാപനത്തിലെ സാറിനെയും ഞാനിപ്പോൾ ഓർമ്മിക്കും. അത് പോയിട്ട് എനിക്കിനി പറയാനുള്ളത്, ബാലരാമടുത്ത് പിന്നെ ഈ കാഞ്ഞിരംകുളത്തൊക്കെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ആരെങ്കിലും 13 എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആശാൻ 13 പറത്തുന്നത് പോലെ ബാലരാമപുരം പനയറക്കുന്ന് ഡാളി നേറ്റങ്കര താലൂക്കിൽ ആദ്യം 13 വെളിയിൽ പറത്തി കാണിച്ചത് പനയറക്കുന്ന് ഡാളിയാണ്. അപ്പോൾ ആ ഡാളിയെ ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. പലർക്കും പല സംശയങ്ങൾ.
അത് പോയിട്ട് ഈ പ്രാവ് വളർത്തലെന്ന് പറയുന്നത് കിടക്കുന്ന പ്രാവെല്ലാം പന്തയ പ്രാവല്ല. പറക്കാൻ ഒരു ലൈനേജ് പ്രാവുണ്ട്, അതേ പറക്കൂ. അത് കണ്ടെത്താൻ വലിയ പാടാണ്. ഒരിക്കലും അതങ്ങനെ ഒരു പ്രാവിനെ കണ്ടെത്താൻ പറ്റില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പ്രാവിനെ നമ്മൾ അനുഭവത്തിൽ കൂടി മാത്രമേ മനസ്സിലാക്കാവൂ. അതുപോലെ ഈ തടത്തിക്കുളത്ത് എന്നെ 1ാം ക്ലാസ്സിലെ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന സുലോചന സാറിൻ്റെ മകനാണ് തമ്പു. ഈ സാറിൻ്റെ മകനെന്ന ഒരു നിലയിലല്ല തമ്പു എന്നെ കാണുന്നത്. എനിക്കൊരുപാട് ഉപകാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഗുരുക്കന്മാരെ ആദരിക്കുക, അവരുടെ അനുസരിക്കുക, അവരുടെ ഓർമ്മകൾ മനസ്സിൽ നിൽക്കുക. അങ്ങനെ ഗുരുത്വമില്ലാതെ ആർക്കും ജീവിക്കാൻ ഒക്കില്ല. ഇന്നത്തെ കാലഘട്ടത്താണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും സാറും ഒരുമിച്ച് മദ്യപിക്കും, ഒരുമിച്ച് കഞ്ചാവ് വലിക്കും. പിന്നെ പറയണ്ട, അത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഗുരുത്വം നിർബന്ധമായിട്ടും വേണം. ആ ഗുരുത്വം മുൻനിർത്തി ഇന്നും അതേപോലെ ജീവിക്കുന്ന ആളാണ് ഞാൻ. തുടർന്ന് നിങ്ങളുടെ അടുത്ത് കുറേ പേര് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. വീണ്ടും ഒരിക്കൽ കൂടെ പറയുകയാണ്, ഷാനും ഞാനുമായിട്ടുള്ള ബന്ധം ഇതാണ്. ആദ്യമായി പ്രാവിൻ്റെ ഫീൽഡിൽ ഈ ലോകത്ത് തന്നെ, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു സ്റ്റേജിൽ കൊണ്ട് നിർത്തിയത് ഷാനും കൂട്ടുകാരുമാണ്. ഈ ഷാനും കൂട്ടുകാരും, ഷാനിന് പറയാൻ മറ്റുള്ള അതിലെ സംഘടനക്കാരൊന്നും ഞാനുമായിട്ട് കമ്പനികളൊന്നുമില്ല. ഇനി നിങ്ങളുടെ സംശയം ചോദിക്കും, ഞാൻ പറയാം. ആശാനെ, നമ്മളെ വീഡിയോസിൽ എല്ലാത്തിലും വന്നിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് വിടാം. പക്ഷേ നമ്മളടുത്ത് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. തമര്, നമ്മൾ ആശ വന്നിട്ട് ഓരോട് വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആശ ഈ തമര് എന്താണ്, എങ്ങനെയാണ് ആശ നോക്കുന്നത് എന്നുള്ളത് ആശ ഓൾറെഡി പറഞ്ഞ്. പക്ഷെ അത് ക്ലിയർ ആവുന്നില്ല. നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ആശാൻ്റെ പ്രാവ് വീഡിയോ എടുത്ത് കാണിച്ചാലും നമുക്ക് വീഡിയോ കാണുന്ന ഒരാൾക്ക്, ക്യാമറ അത്രത്തോളം ക്വാളിറ്റി ഇല്ലാത്ത ക്യാമറ ആയതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഒരിക്കലും തമ്മിൽ നമ്മളിപ്പോൾ കാണിച്ചു കൊടുത്തെന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ആശാൻ പറയുന്നത് വെച്ചും ഒരു 50% മനസ്സിലാകാൻ പറ്റുള്ളൂ. അത് വളർത്തി തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കണം. ഇപ്പോൾ ആശ ഇപ്പോൾ 10-65 വർഷം എക്സ്പീരിയൻസിലായിരിക്കും ആശാൻ അത് മനസ്സിലായത്. നമ്മളെപ്പോലെ പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളതിൽ ഒരു കാര്യമാണ് ഈ തമ്മരെന്ന് പറഞ്ഞാൽ ഓയിൽ ഗ്ലാൻഡ്, ഈ എണ്ണ ഗ്രന്ഥി അങ്ങനെ എന്തോ പറയും മലയാളത്തിൽ. അത് ഈ തമ്മരെന്ന് പറയുന്ന സാധനം ഈ മഴയും ഇതൊക്കെ വരുന്ന സമയത്ത് വെള്ളം ഒട്ടാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ലേ. വന്നിട്ട് കോഴിയുടെ ദേഹത്തും അതുകൊണ്ടല്ലോ. അതേപോലെ തന്നെ ഈ തമ്മരില്ലാത്ത പ്രാവിലെ ജോഡി എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഈ തമ്മര് നോക്കിയിട്ട് എങ്ങനെയാണ് പ്രാവിൻ്റെ ഈ പറവ എങ്ങനെ മനസ്സിലാക്കും, അങ്ങനെയുള്ള രീതിയിൽ കുറേ ചോദ്യങ്ങൾ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കറക്റ്റായിട്ട് എന്താണ് തമ്മര് എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ ആശാനെ? അപ്പോൾ ഞാൻ വരച്ച് കാണിക്കില്ല, ജമ്പറിൽ കാണിക്കാം. അപ്പോൾ ഈ തമരിങ്ങനെ മേലോട്ട് തെറിച്ച് നിൽക്കണം. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചാല് കാണും. ഈ ചാലിനകത്ത് കൂടെ ഒരു ചെവല നൂല് കാണും. അപ്പോൾ ഈ തമരിങ്ങനെ തന്നെ നിൽക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ്. ഈ തമരിൻ്റെ ചുറ്റിലൊരിടത്തും നീല കളറോ കറുപ്പോ പാടില്ല, നല്ല ചിന്തൂരം പോലെ നിൽക്കണം. പിന്നെ പ്രാവ് പ്രായം മാറും തോറും ഇവിടെ മാർബിൾ കളറായി മാറും, വൈറ്റ് കളർ പോലെ. എന്നിട്ട് ഈ തമര് എങ്ങനെ നോക്കണമെന്ന് കേട്ടാൽ ആ ചോദിച്ച ആൾ തമരാണ് ചോദിച്ചേക്കുന്നത്. തമരിന് മുമ്പ് ഒരു കാര്യമുണ്ട്, പ്രാവ് വംശത്തിൽ കൊണ്ടതാണോ. ഈ വംശം എന്ന് പറഞ്ഞത് ഇപ്പൊ ഏത് ഇതിൽ വരണത്, ഏത് ലൈനിൽ വരണ ലൈൻ പറയാൻ പറ്റില്ല. ഈ വംശം എന്ന് പറഞ്ഞ സബ്ജ അങ്ങനെ ആ രീതിയിൽ കളറാണ്. ഈ ഇവര് പറയുന്നത് കളറാണ്. റക്ക് വെള്ള, സബ്ജ റക്ക് വെള്ള, സുറുമ റക്ക് വെള്ള, ജാക്ക് റക്ക് വെള്ള, കയറ റക്ക് വെള്ള, ഇങ്ങനെ ഉണ്ട്. അത് കളറാണ് ഇന്നത്തെ എല്ലാ പ്രാവ് വളർത്തുകാരും പറയുന്നത്. ഞാൻ മുൻ വീഡിയോയിൽ ഇത് എടുത്തു പറഞ്ഞ് അവർക്ക് മനസ്സിലാകാത്തതാണ്. ഇപ്പം നമ്മൾ 2 സബ്ജ, അവർ സബ്ജ എന്ന് പറയുന്ന പ്രാവിന് പുള്ളിയിലും കയറയിലും വെള്ളയിലും കുഞ്ഞിറക്കും. അപ്പോഴെങ്ങനെ ഇത് സബ്ജ ലൈനേജ് ആകും? ഞാൻ മുൻ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, ഈ പ്രാവാണ് സബ്ജ. ഇത് സബ്ജയ്ക്കും സുറുമയ്ക്കും കലച്ചതാണെന്ന് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പെട്ടയ്ക്ക് 3 ലൈനേജിലുള്ള ആണിട്ട് കുഞ്ചെടുത്തതിന് ശേഷം അതിനെ തിരിച്ച് കലയ്ക്കുമ്പോഴാണ് വംശം ഒക്കുന്നത്. ഈ വംശവും ഒക്കണം, തെമരും ഒക്കണം. ഈ തെമരും വംശവും ഒത്തു വരുമ്പോൾ ആണിന് നെഞ്ചല് നീളം കൂടുതലായിരിക്കണം.
നെഞ്ച് വിരിവ് വേണം. പെണ്ണിന് നെഞ്ചെല്ലാം നീളം കുറവായിരിക്കണം, ഒതുങ്ങിയ പ്രാവായിരിക്കണം. എന്നാലേ ഫലമുള്ള, അല്ലാതെ വെറും തെമര് നോക്കിയിട്ട് കാര്യമുണ്ട്. ഇനി എണ്ണഗ്രന്ഥി. എണ്ണഗ്രന്ഥി നമ്മൾ പഴയ കാലത്ത് പച്ച മലയാളത്തിൽ പഠിക്കുന്ന എണ്ണഗ്രന്ഥി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ നിന്നാണ് എണ്ണ എടുത്ത് ഇടുന്നതല്ലേ എന്നല്ലേ ആ പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥി ഇല്ലാത്ത ഒരു പ്രാവുണ്ട്, അത് എവിടെ നിന്നാണ് എണ്ണ എടുക്കുന്നത്? ഞാൻ അവരുടെ അടുത്ത് തിരിച്ച് ചോദിക്കുകയാണ്. എണ്ണഗ്രന്ഥി ഇല്ല, അല്ലെങ്കിൽ ആ തമരില്ല, ആ പ്രാവ് എവിടെ നിന്നാണ് എണ്ണ എടുക്കുന്നത്? ആ സുഹൃത്ത് എപ്പോഴെങ്കിലും എൻ്റെ ഫോണിൽ വിളിച്ചൊന്ന് മറുപടി പറഞ്ഞു. ഈ പുറത്ത് തെമരില്ലാത്ത പ്രാവ് എണ്ണ എവിടെ നിന്നാണ് എടുക്കുന്നത്? അതുകൊണ്ട് പണ്ട് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ, തവള ഒരു ഉഭയജീവിയാണ്. വെള്ളത്തിലും കരയിലും ഒന്നുപോലെ ജീവിക്കാൻ കഴിവുള്ളതാണ്. തവള മാത്രമല്ല വെള്ളത്തിലും കരയിലും ജീവിക്കുന്നത്. ആമ കരയിൽ ജീവിക്കുന്നുണ്ട്, വെള്ളത്തിൽ ജീവിക്കുന്നുണ്ട്. മുതള, ചീങ്കണ്ണി, നീർക്കോലി, ചില വെറൈറ്റി പാമ്പുകൾ, ഇതെല്ലാം വെള്ളത്തിലും കരയിലും ജീവിക്കുന്നു. നമ്മൾ വൺ സൈഡ് പഠിച്ചതാണ് എണ്ണഗ്രന്ഥി എന്ന്. അപ്പോൾ ആശാന ഈ തമരില്ലാത്ത പ്രാവിന് പറക്കുന്നതിൽ ഇഷ്യൂ ഉണ്ടോ? ഇല്ല, തമരില്ലാത്ത ഒരു പ്രാവിന് ജീവിച്ചിരിക്കാൻ പറ്റില്ല. നമുക്ക് വൃക്കയില്ലാത്തത് പോലെയാണ്. ഓക്കെ. അപ്പോൾ അതിനുള്ളിൽ തമരുണ്ട്. അതേപോലെ ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തമരില്ലാത്ത പ്രാവിനും ജോഡി സെറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ തമരില്ലാത്ത പ്രാവിനല്ല, തമര് അത് അവരുടെ ചോദ്യത്തിന്റെ തെറ്റാണ്. വംശത്തിൽ കൊണ്ട പ്രാവുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ വല്ലയിടത്തൊന്നും മാറ്റിക്കൊണ്ട് വരണം. ഇവർ പറയണ കള്ളറല്ല സുഹൃത്തെ പ്രാവിന്റെ കാര്യം, വംശം അല്ലേ? അപ്പോൾ തമരില്ലാതെ ഒരിക്കലും പ്രാവ് ജീവിച്ചിരിക്കില്ല. നമുക്ക് കിഡ്നി ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കും. ഓക്കെ. നമുക്ക് വൃക്കയില്ലാതെ ജീവിച്ചിരിക്കാൻ പറ്റൂല. കറണ്ടില്ലെങ്കിൽ വെച്ചൊട്ടിക്കാം, വൃക്കയില്ലെങ്കിൽ മാറ്റി വയ്ക്കാം. പക്ഷെ എണ്ണഗ്രന്ഥി എന്ന് പറയുന്ന ഒരു പോയിന്റ് മാത്രമല്ല അതിനുള്ളത്, അതിൻ്റെ വംശത്തെ നിലനിർത്തുന്നു. ഇതിന് 3 കാര്യങ്ങളുണ്ട്. ഇനി എവരറിയാമെന്നുള്ളവർ എങ്ങനെ കിണ്ടിയാലും നമ്മൾ വെളിയിൽ വിടില്ല. 3 ട്രിക്സ് ഉണ്ട്. അത് ചിലവർ അറിഞ്ഞു വെച്ചിട്ട് നമ്മളെ വായിലെന്നത് വെളിയിൽ വരട്ടെന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത്. ഒരിക്കലും വരില്ല. ഞാനൊരു മദ്യപാനിയോ മയക്കുമരുന്ന് കഴിക്കുന്ന ആളോ അല്ല. കോടികൾ തരാമെന്ന് പറഞ്ഞാലും ഞാനിത് വെളിയിൽ പറയില്ല. പിന്നെ അതിലൊരു സൂചനയുണ്ട്. പ്രാവിന് നേരെ നെറ്റിയായിരിക്കണം, ആ നേരെ നെറ്റിക്കനുസരിച്ച് ഇന്ന രീതിയിൽ ആ ഗ്രന്ഥി നിൽക്കണം എന്നുണ്ട്. നേരെ നെറ്റിയായിരിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് എങ്ങനെയൊക്കെ നിൽക്കണമെന്ന് ഈ പറയണവർക്ക് അറിഞ്ഞുകൂടാ, ചിലവർക്ക് അറിയാമായിരിക്കും. ഞാൻ വെല്ലുവിളിക്കുന്നു. അതുകൊണ്ട് എണ്ണഗ്രന്ഥിയുടെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എണ്ണഗ്രന്ഥി ഇല്ലാത്ത പ്രാവും എണ്ണ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പച്ചക്കപ്പലണ്ടിയും സൂര്യാന്തി വിത്തുമൊക്കെ കൊടുക്കുന്നത്. എണ്ണമയം ചിലവിൽ വരണമല്ലോ, വെള്ളം വീണാൽ പോകണമല്ലോ. ആരോഗ്യത്തിന് മാത്രം വേണ്ടിയിട്ടല്ല സുഹൃത്തെ, ഈ ചോദിച്ച സുഹൃത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഈ പച്ചക്കപ്പലണ്ടി കൊടുക്കുന്നതും സൂര്യാന്തി വിത്ത് കൊടുക്കുന്നതും ചേമ്പലയുടെ പുറത്ത് വെള്ളം വീഴുമ്പോൾ തെറിച്ച് പോകാനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് വെറും എണ്ണഗ്രന്ഥി അല്ല, അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം സുഹൃത്തിന് ഏതാണ്ട് മനസ്സിലായി കാണും. വംശം കണ്ടെത്തിയതിന് ശേഷമേ തമര് നോക്കാം. ആദ്യമേ ഞാൻ പറയുന്ന ഇതാണ്, വംശവും തമരും ഒത്തിട്ട് ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞാൽ ആണായിരിക്കണം, പെണ്ണായിരിക്കണം, എന്നാലേ ചേരും, അല്ലാതെ ചേരില്ല. ഇനി അതിനൊരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു ഉപമ. എൻ്റെ ഈ വീട്ടിൻ്റെ 5ാമതൊരു വീടുണ്ട്. അവിടെ ഒരു ഭാര്യയും ഭർത്താവും. ഭർത്താവിൻ്റെ പേര് ശിവരാമൻ എന്ന് തോന്നുന്നു, ഭാര്യയുടെ പേര് ബീന. അവർക്ക് ഒരേ ഒരു മകൾ രഞ്ജിനി അല്ലെങ്കിൽ രജനി. അവരുടെ ഈ അച്ഛൻ ഈ ഇടക്കാലത്ത് മരിച്ചു. ഈ കുട്ടി 9-ലോ 10-ലോ പഠിക്കുകയാണ്, സൈക്കിളിലാണ് പോകുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ്റെ മരണം കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ആളുകൾ വെറുക്കപ്പെടുന്ന, അല്ലെങ്കിൽ സമൂഹം വെറുക്കപ്പെടുന്ന പട്ടി എന്ന ഒരു സാധനം, ഒരു പട്ടി അവിടെ വന്ന് കയറി, വെള്ളയും ചുവപ്പും നിറം. ഈ പട്ടി ഈ പൊന്നു മോളെ അവൾ സ്കൂളിൽ പോകാൻ സൈക്കിൾ എടുക്കുമ്പോൾ ഈ പട്ടി മുമ്പ് ജവഹർ സ്കൂൾ ജംഗ്ഷൻ, ഇപ്പോഴാണ് ജവഹർ സ്കൂൾ ജംഗ്ഷൻ എന്ന പേര് വന്നത്, മുമ്പത്തെ കൂനൻവിള അതുവരെ കൊണ്ടാക്കിയിട്ട് ഈ കൊണ്ടാക്കാൻ പോകുന്നിടത്ത് ഒരുപാട് ബുദ്ധിമാന്മാരെന്ന് പറയുന്നവർ എറിയുകയും വിരട്ടുകയും ചെയ്യും. ഇതെല്ലാം തരണം ചെയ്ത ആ കുട്ടിയെ ജവഹർ സ്കൂൾ ജംഗ്ഷനിൽ കൊണ്ടാക്കിയിട്ട് ഇത് ഒറ്റയ്ക്ക് തിരിച്ചു വരുമ്പോഴും ഇവിടെ ബുദ്ധിമാന്മാരെന്നും ഭയങ്കര മതവിശ്വാസികളെന്നും പറയുന്നവർ അതിനെ എറിയുകയും വിരട്ടുകയും ഒക്കെ ചെയ്യും.
അതെല്ലാം കഴിഞ്ഞിട്ട് അത് കൂടെ വന്ന് വീട്ടിലേക്ക് കിടക്കും. കറക്റ്റ് 3-3:30 ആകുമ്പോൾ ഈ പട്ടി ആ പൂനമ്മള ജംഗ്ഷനിൽ അല്ലെങ്കിൽ ആ ജവഹർ സ്കൂൾ ജംഗ്ഷനിലേക്ക് ഒളിച്ച് നിൽക്കും. ഈ കുട്ടി സൈക്കിളിൽ വരുമ്പോഴും കൂടെ ഇവിടെ വരും. ഇവിടെ ഒരുപാട് ബുദ്ധിജീവികളുള്ള മനുഷ്യന്മാർ ഒരു പിള്ളയെ കൊണ്ടാക്കാൻ വയ്യ, അതുവരെ എത്ര ദിവസം കൊണ്ടാക്കും. ഈ പട്ടി മുടങ്ങാതെ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോഴാ പട്ടി വലുതോ നമ്മൾ വലുതോ. ആ പട്ടിക്ക് ആ കുട്ടി അത്ര സ്നേഹമാണ്. കൊണ്ടാക്കിയിട്ടാണ് തിരിച്ചു വരണം. തിരിച്ച് കൊണ്ടുവരാനും പോകും. ഇവിടുത്തെ ഏതാളുകളെടുത്ത് നിങ്ങൾക്ക് കേൾക്കാം. 7 മണിയാകുമ്പോൾ നിങ്ങൾ വന്ന് ആ കാഴ്ച കാണാം. അപ്പോഴതവിടെ ഇരിക്കട്ടെ. ഇത് പിറകിലോട്ടും മുമ്പോട്ടും ചിന്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുകയാണ്, വംശം ഒക്കണം, പിന്നീട് തമരൊക്കണം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ പറയുന്ന നിറമാണ് പറയുന്നത്, പ്രാവിൻ്റെ വംശമല്ല. ചിലവരുടെ വീട്ടിൽ 100 കണക്കിന് പ്രാവുകളാണ്, അതിൽ പറക്കുന്ന 10 പ്രാവായിരിക്കും. അതുപോലെ ഒരാൾ ചോദിച്ചിട്ടുള്ളത് ഇത് ഇവർക്കുള്ള മറുപടി ഇതാണ്. ഇനി അടുത്ത ഒരാൾ ചോദിച്ചിട്ടുള്ളത് പറക്കണ പ്രാവിനെ എങ്ങനെ അറിയാമെന്ന്. ഒരു പ്രാവ് വളർത്തുകാരനും ഇന്ന് വരെ ഭൂമിയിലുണ്ടായിട്ടുള്ള ഒരു പ്രാവ് വളർത്തുകാരനും ഒരു പ്രാവിനെ കണ്ടുകൊണ്ട് ഇതിങ്ങനെ പറക്കും, ഇത് ഇത്ര മണിക്കൂർ പറക്കും, ഇത് മഴയത്ത് പറക്കും, ഇത് വെറിയത്ത് പറക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല, പറഞ്ഞിട്ടുമില്ല. ഇനി വരുന്ന തലമുറയ്ക്കും അത് പറയാൻ പറ്റില്ല. ഇതറിയണമെങ്കിൽ അതിൻ്റെ ജോലി മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും. അതുപോലെ ആഹാരത്തിലും വെള്ളത്തിലും അല്ല പ്രാവ് പറക്കുന്നത്. ഇത് പറക്കാൻ വേണ്ടിയിട്ട് പട്ടാളക്കാർ പണം തരണി, കൊല്ലാനും സ്വയം മരിക്കാനും വേണ്ടി കുറേ പേരല്ലേ തിരിച്ചു വരും. അതുപോലെയാണ് പ്രാവ്. പറക്കാൻ കഴിവുള്ളൊരു പ്രാവുണ്ട്, അത് യജമാനെ സ്നേഹിച്ചിരിക്കും. ആ യജമാനെ അത്രത്തോളം അതിൻ്റെ അടുത്ത് അധ്വാനിക്കണം, അതിനെ സംരക്ഷിക്കണം. ഇനി അടുത്തത് ആശാനെ, അപ്പോൾ ഇതേപോലെ ചോദിച്ചുള്ള വേറൊരു കാര്യമാണ്, ഈ ലൈനേജ് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും, അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഇത്, സ്വന്തമായിട്ട് ലൈനേജ് സെറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രീതി എങ്ങനെയാണെന്നുള്ളത്. ഈ ലൈനേജ് സെറ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആരും പറയണത് വിശ്വസിക്കേണ്ട, ആരും തരുന്ന പ്രാവും വിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാനും വിശ്വസിക്കില്ല. നിങ്ങൾ ഒരു പിട, നല്ല ക്വാളിറ്റിയുള്ള ഒരു പിട കൊണ്ടുവന്നിട്ട് അതിന് നല്ല ക്വാളിറ്റിയുള്ള 3 ആണ് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കുഞ്ചെടുത്തിട്ട് തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ, അതായത് തിരിച്ചെന്ന് പറയുമ്പോൾ ലാസ്റ്റിലെടുത്ത ആണിൻ്റെ കുഞ്ചിനെ ആദ്യം എടുത്ത ആണിൻ്റെ കുഞ്ചിന് ചേർക്കണം. ഓക്കെ. അപ്പോൾ ഈ മെമ്മറി ഇഷ്യൂസ് അങ്ങനെയുള്ളതൊന്നും വരില്ല. അല്ല, അങ്ങനെ സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിരിക്കും. പക്ഷെ പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് പറത്തി നോക്കിയിട്ടായിരിക്കണം. ഓക്കെ. അതുപോലെ ഇവിടെ വല്ല ഇപ്പോഴത്തെ ഈ വളർത്തുകാരെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന രൂപ കൊടുക്കും, 2 പ്രാവ് വാങ്ങിച്ചുകൊണ്ടിരും. ഇവിടെ കൊണ്ടുവന്നാൽ പറന്നില്ലെങ്കിലും വെളിയിൽ കൊണ്ടില്ല. കാരണം നാണക്കേട്, കൊടുത്തവരിക്കും നാണക്കേട്, അതിനേക്കാൾ നാണക്കേടാണ് വാങ്ങിച്ചവരിക്കും. അതുകൊണ്ട് അത് വെളിയിൽ കൊണ്ടില്ല. ഈ പ്രാവ് കുഞ്ചിനെ പറത്തി നോക്കി അതിനെ മനസ്സിലാക്കി അത് നല്ല പെർഫോമൻസ് ആണെങ്കിൽ ബുദ്ധിയുള്ള ആ പ്രാവ് വളർത്തുകാരൻ പറത്തിയ ഒരു പ്രാവ് ഒരു 18 മണിക്കൂർ പെട്ട പറഞ്ഞിരിക്കും. അതിനാണിടാൻ വേണ്ടി അവൻ വിഷമിക്കണ്ട. കാരണം നമ്മൾ ഇന്ന ലൈനേജിൻ്റെ കുഞ്ചെല്ലാം ചേർത്ത് ആ ലൈനേജിൻ്റെ ആണ് ഈ പെട്ടയ്ക്ക് ചേരും. ഓക്കെ. അല്ലാതെ എവിടെ നിന്നെങ്കിലും ഒരു പ്രാവ് കൊണ്ടുവന്ന് അതിൻ്റെ തന്തയും തള്ളയാതെന്ന് അറിഞ്ഞൂടാ, അതിൻ്റെ തന്തയും തള്ളയും അറിഞ്ഞൂടാ. അതാണ് ഞാൻ അപ്പോൾ ആശം പറയണ പോലെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫീമെയിലിന് 3 മെയിലിട്ട് ചിക്സ് എടുത്തിട്ട് 3 ലൈനേജിലുള്ള മെയിൽ. ഇനി ഇച്ചിരി ഒരിക്കൽ കൂടെ പറയാം. ഒരു നല്ല സബ്ജ ലൈനേജിന് പെട്ട സബ്ജ ലൈനേജ് എന്ന് പറയുമ്പോൾ ഹസ്റ്റിയുടെ വെള്ള ഉണ്ടായിരിക്കണം, ഷെയ്ഡ് വെള്ള ഉണ്ടായിരിക്കണം, കുളമ്പ് വെള്ള ഉണ്ടായിരിക്കണം. ഓക്കെ. നമ്മൾ എടുക്കുന്ന ഫീമെയിൽ വന്നിട്ട് കറക്റ്റ് പക്ക ഇതിലുള്ളതായിരിക്കണം, വന്നിട്ട് ക്രോസ് ആവാൻ പാടില്ല. ഓക്കെ. എന്നിട്ട് അതിന് 3 ലൈനേജിലുള്ള ആണ്. അതായത് ഇപ്പോൾ സബ്ജയാണെങ്കിൽ സുറുമയിലൊരാണ്, സബ്ജ റെക്ക് വെള്ളയിലൊരാണ്, വെള്ളയിൽ വാലിക്കറുപ്പിലൊരാണ്. ഓക്കെ, ആ രീതിയിൽ. ഓക്കെ. വാലിക്കറുപ്പ് എന്ന് പറഞ്ഞാൽ വാല് സബ്ജയാണ്, മറ്റേ ജാക്ക് വാലാണ്. ഇത് ഇങ്ങനെ ചേർക്കാൻ പറയുന്നത് സബ്ജ ലൈനേജ് ഒറിജിനലാണ്. സുറുമ റെക്ക് വെള്ള അല്ലെങ്കിൽ സുറുമ, സബ്ജ റെക്ക് വെള്ള, സബ്ജയുടെ ഒരു വാലിക്കറുപ്പ്. ഇത് ചേർക്കുമ്പോൾ കുഞ്ച് മറ്റൊരു രീതിയിൽ വരും. സുറുമ കയറയായിട്ടും സബ്ജ കയറയായിട്ടും റെക്ക് വെള്ളയായിട്ടും ഒറ്റത്തിരി വെള്ളയായിട്ടും ഒക്കെ വരും. അത് നിറമാണ്. ഈ വംശം നമുക്കേ അറിയാവൂ. അതാണ് നിങ്ങളെടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. അവരവരുടെ പ്രാവിൻ്റെ കാര്യം അവരവർക്കേ അറിയും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതിനപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ 3ാമത്തെ ഇറങ്ങുന്ന ചിക്സിന് ഫസ്റ്റ് ഇറങ്ങുന്ന ചിക്കിൽ ജോഡിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് അതിൽ കുഞ്ഞ് ഇറങ്ങിയതിന് ശേഷം പിന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അത് തന്നെ ആദ്യം ഒരാണിട്ട് കുഞ്ചെടുത്തു, ആ കുഞ്ചിനെ പറത്തി നോക്കണം. ഓക്കെ. അത് ഓക്കെ ആണെങ്കിൽ വെച്ചിട്ട് 2ാമത്തെ ആണിനെ കുഞ്ചെടുക്കണം.
അതിനെ പറത്തി നോക്കണം. ഓക്കെ. എന്നിട്ട് മൂന്നാമത്തെ ആണിട്ട് കുഞ്ചെടുക്കണം. ഈ 3 ആണിൽ അമ്മ ഒന്നല്ലേ, ഏതിൻ്റെ കുഞ്ചാണ് മെച്ചം എന്ന് കണ്ടെത്തണം. കണ്ടെത്തിയതിന് ശേഷം ആ കുഞ്ചിന് ആദ്യമായിട്ട് ആണിൻ്റെ ആണിടണം. എന്നിട്ട് ആ കുഞ്ചും എടുക്കണം. ആ കുഞ്ചിനെയും പറത്തി നോക്കണം. പറത്തി നോക്കാനൊന്നുമില്ല, വംശം കറക്റ്റാണെങ്കിൽ അൺലിമിറ്റഡ് പറഞ്ഞിരിക്കും. അങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാനൊരു പ്രാവ് കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു ഇഷ്ടമുള്ള ഒരാണിട്ടാൽ ചിലപ്പോൾ ക്ലച്ച് പിടിക്കും, ചിലപ്പോൾ ക്ലച്ച് പിടിക്കില്ല. അതാണ് ഞങ്ങളിവിടെ വീരവാദം പറയുന്നത്. നമ്മളെടുക്കുന്ന കുഞ്ച് പറന്നിരിക്കും, മാറിപ്പോവില്ല, പോയിട്ടില്ല. പിന്നെ ഇതിന് കമൻ്റ് ഇടാൻ അങ്ങേര് പറത്തി കാണിച്ചോ, എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അവർക്കാർക്കും ഞാൻ ഉത്തരവ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാനിത് വിറ്റല്ലേ ജീവിക്കുന്നു. എന്നാൽ വിൽക്കില്ല എന്ന് കേട്ടാൽ എൻ്റെ വീട്ടിൽ പ്രാവിന് പറഞ്ഞാൽ പൈസ എന്നാലേ കൊടുക്കും. നിങ്ങൾ കണ്ടല്ലോ ഇവിടെ കുഞ്ചെടുപ്പ് നമ്മൾ വർഷത്തിൽ 1-2 കുഞ്ചെടുക്കും. ആശാൻ, അപ്പോൾ അതേപോലെ വേറൊരാൾ ചോദിച്ചിട്ടുള്ളതാണ്, ഈ മടി പിടിച്ചത് അല്ലെങ്കിൽ ഈ മസ്ത് ആയ പ്രാവുകളൊക്കെ ഉണ്ടല്ലോ, അതിനെങ്ങനെ പറവയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. ഈ മസ്ത് പിടിക്കുന്ന പ്രാവൻ്റെ തെറ്റ് കാണിക്കുന്നത് ഇവരാണ്. ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കഴിയുന്നതും ആണുങ്ങളെ വേണം പന്തയത്തിന് സെറ്റ് ചെയ്യുക. ഇനി പെണ്ണ് ഇങ്ങനെയാണെങ്കിൽ ആ ആണിൻ്റെ സൗണ്ട് കേൾക്കാത്ത ഒരു സ്ഥലത്തായിരിക്കണം ഈ പിടപ്രാവ് കിടക്കുക. ഈ മസ്ത് പിടിക്കുന്ന പ്രാവിനെയൊക്കെ ദിവസവും പറത്തി ഉടച്ചെടുക്കാൻ പറ്റും. അതാണ് ഇതൊക്കെ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത് 8 മണിക്കൂർ വരെയെങ്കിലും തയ്യാർ ചെയ്യേണ്ട കാര്യം ഇല്ല. ഇത് പറക്കുന്ന പ്രാവിനാണ്, ചുമ്മാ കിടക്കുന്ന പ്രാവിനല്ല. ഓടി ഓടി കണ്ടിന്യൂ പറവയാവുന്ന പ്രാവിന് 8 മണിക്കൂറാവുന്നവരെ ആഹാരം മാറ്റേണ്ട കാര്യമില്ല. പിന്നെ പയ്യെ ആഹാരം മാറ്റി കൊടുത്ത് ടൈമിലോട്ട് കൊണ്ടുവരുന്നു. പ്രാവ് പറന്നുടഞ്ഞു കഴിഞ്ഞാൽ ആണും മസ് കാണിക്കില്ല, പെണ്ണും മസ് കാണിക്കില്ല. ആ ചോദിച്ച ആളിന് എന്ത് പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല, ഏത് രീതിക്കാരനാണെന്ന് എനിക്കറിയില്ല. ജോലി ചെയ്ത് കടുത്ത് വന്ന പെണ്ടാട്ടിയുടെ അടുത്ത് കിടക്കാൻ നോക്കില്ല. ക്ഷീണം, ആ ക്ഷീണം തീർന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നടക്കും. പിന്നെ ഉത്തേജക മരുന്നുള്ള ചാരങ്ങൾ കുടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ജോലി ചെയ്ത് ശരീരത്തിന് ക്ഷീണം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നിനും മുതിരുമില്ല. അതുകൊണ്ട് പ്രാവ് പറന്നുടഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റും കാണിക്കില്ല, മസും കാണിക്കില്ല, മുട്ടയും ചെയ്യില്ല. അതിനെ കുറിച്ച് ജോലി ചെയ്യിപ്പിക്കണം. അത് ജോലി ചെയ്യാൻ കഴിവുള്ള പ്രാവായിരിക്കണം. കഴിവില്ലാത്ത പ്രാവ് പറക്കൂല. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു പ്രാവ് വന്നിട്ടിപ്പോൾ ഈ മടി പിടിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ ചോദിച്ച രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രാവ് വന്നിട്ട് ഇപ്പോൾ കുറേ കാലം പറക്കാതെ അങ്ങനെയൊക്കെ ആയിട്ട് നടത്തിയിരിക്കുകയാണ്, ജോഡിയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് നടത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അപ്പോൾ അതിനെ തിരിച്ച് പറവയിലേക്ക് കയറ്റി കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കണം, അഥവാ കയറ്റാൻ പറ്റുമോ? അപ്പോഴേ ആ ചോദിച്ച ആള് ഒരു പ്രാവ് പറവയിൽ മടിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ആ പ്രാവ് നല്ല പറവ പറന്നിട്ട് പിന്നെ പ്രാവ് പറക്കുന്നില്ല, മടി അടിച്ചിട്ട് ആ രീതിയിൽ ജോഡി സെറ്റ് ചെയ്തതിനു ശേഷം പിന്നെ പ്രാവ് പറക്കുന്നില്ല. പിന്നെ തിരിച്ചിപ്പോൾ പറവയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്, ആ പ്രാവിനെ പറപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് അതിന് ചെയ്യാൻ പറ്റിയ സൊല്യൂഷൻ? 3-4 മാസം ഒറ്റയ്ക്ക് ഇടുക. പെണ്ണിന് ഒറ്റയ്ക്ക് ഇട്ടതിന് ശേഷം പ്രാവ് തയ്യാർ ചെയ്തിട്ട് പറവ സമയത്ത് ചിറവ് വീണതിൻ്റെ ഒരു 21-22 ദിവസത്തേക്ക് മുമ്പ് വിരയ്ക്ക് മരുന്ന് കൊടുത്ത് അത് കഴിഞ്ഞ് ചിറവ് പിഴുതിട്ട് ചിറവെല്ലാം ഫുള്ളായതിന് ശേഷം നന്നായി വെയിലത്തിട്ടുടക്കുക. വെയിലത്തിട്ട് ആ ഇരപ്പും തുമിപ്പും ഒക്കെ മാറ്റിയതിന് ശേഷം പൊടി കുഞ്ഞുങ്ങളൊക്കെ മുൻവീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂർ പറപ്പിച്ച് 2 മണിക്കൂർ പറപ്പിച്ച്. ചിലവർ ആണും പെണ്ണും പറത്തും, ചിലവർ നോക്കിക്കൊണ്ടിരിക്കും, ചിലവർ നോക്കാതിരിക്കും. ഈ പെണ്ണ് മടി വീഴുന്നു എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ ഈ ആണും കൂടെ അവിടെ ഇരുന്ന് ജോലിയാവും, പിന്നെ പുറമേ ഇറക്കും. അങ്ങനെയും സംഭവിക്കും. 2 പെണ്ണുമാണ് വിടണമെങ്കിലും പറക്കും. പറന്നിട്ട് വന്ന് ഈ തളരുമ്പോൾ വന്ന് ഈ കൂട്ടിൽ അള്ളി പിടിച്ചിരിക്കും. അവിടെ കുറവുമ്പോൾ ഇതിവിടെ ഇരുന്ന് വസ്തുപ്പിക്കും. അതുകൊണ്ട് അതിൻ്റേതായ രീതികളിൽ പ്രാവ് പറത്തുന്നവരേക്ക് ആണും പെണ്ണും പറത്താം. കാരണം ഇവിടെ ആണും പെണ്ണുമായിട്ട് പറത്തി ഒരുപാട് പേര് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ അപാകതകൾ കൂടുതൽ ഉണ്ടാകും. നല്ല വംശത്തിലുള്ള പ്രാവ് ആണും പെണ്ണും വിട്ടാലും പറക്കും, എല്ലാം പറക്കും. അത് വംശവും അതിൻ്റെ തെമ. ചാകാൻ പോകണം ഒന്നിനും ചിന്തിക്കില്ല സുഹൃത്തെ, ചാകാൻ തന്നെ പോകും. അതുപോലെ പറക്കാൻ പോണ പ്രാവ് പറക്കും. അവിടെ ഇനി എൻ്റെ ഭാര്യ മുട്ടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ പിടപ്രാവ് അടിച്ചടിച്ച് നിൽക്കുകയാണ്, അങ്ങനെയൊന്നുമില്ല. ഓക്കെ അച്ഛനെ, നമ്മളെ വീഡിയോ ഇപ്പോൾ ലെന്ത് ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ മുമ്പ് ചെയ്ത് ഏകദേശം 40-45 മിനിറ്റൊക്കെ വെച്ചാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ അത് ഓവർ ലെന്ത് ആയതിനാൽ ആൾക്കാർക്കൊരു ഇത് മുഷിപ്പ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ വെച്ച് പാസ് ചെയ്യാം, എന്നിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ.